ഫെഡറിക് ഓസാനമിൻ്റെ ജീവിത പങ്കാളി അമേലിയയുടെ ജന്മദിനമായ ആഗസ്റ്റ് 14 ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് വിൻസെൻ്റ് ഡി പോൾ വനിതാ ദിനമായി കൊണ്ടാടുന്നു. ആയതിലേക്ക് തൃശൂർ സെൻട്രൽ കൗൺസിൽ വനിതകളുടെ എളിയ ഉദ്യമം. ഇറ്റലിയിലെ പുരാതനമായ ഓസാന കുടുംബത്തിൽ ഡോക്ടറായിരുന്ന ജീൻ ആൻ്റണിയുടെയും മേരി നന്ദാസിൻ്റെയും 14 മക്കളിൽ മരണത്തെ അതിജീവിച്ച 4 പേരിൽ ഒരാളായിരുന്നു ഫെഡറിക് ഓസാന. ബാല്യം മുതലേ പഠനത്തിലും പ്രാർത്ഥനയിലും മുൻപന്തിയിലായിരുന്നു. പാരീസിലെ റോയൽ കോളേജിലെ പഠനകാലത്ത് തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് പഠന മികവ് പുലർത്താനായി ആദ്യം കോൺഫറൻസ് ഓഫ് ഹിസ്റ്ററി എന്ന സംഘടന രൂപീകരിച്ചു. കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പിന്നീട് കോൺഫറൻസ് ഓഫ് ചാരിറ്റിയാക്കി മാറ്റുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ പാവങ്ങളെ സഹായിച്ചിരുന്ന വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ മധ്യസ്ഥനാക്കി സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയാക്കി രൂപീകരിച്ചു. ഫ്രാൻസിലെ ശരിപ്രദേശങ്ങളിലെ പാവങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന സിസ്റ്റർ റോസ്ലി റിൻഡുവിനോടൊപ്പം സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ പ്രവർത്തകരും സജീവമായി. ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾക്ക് അവർ പണം കണ്ടെത്തിയിരുന്നത് തങ്ങളുടെ കയ്യിലുള്ള പണം മിച്ചം പിടിച്ചായിരുന്നു. രഹസ്യാത്മകമായി ഒരു തൊപ്പിയിൽ ശേഖരിച്ചായിരുന്നു പണം ശേഖരിച്ചിരുന്നത്. ഫെഡറിക് ഒരു വൈദികനായി തീരണമോ അതോ വിവാഹിതനായി തീരണമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരായ ലക്കോഡയർ അച്ഛനും നെയ്റോട്ട് അച്ഛനും വിരുദ്ധാഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഫെഡറിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. താൻ കണ്ടെത്തിയ പെൺകുട്ടിയെ നെയ്റോട്ട് അച്ഛൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുകയും ദൈവേഷ്ടം നടക്കട്ടെ താൻ പറയുന്നില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. സാഹചര്യവശാൽ യൂണിവേഴ്സിറ്റി റെക്ടറുടെ മകളായ അമേലിയെ ഫെഡറിക് കാണുകയും പിന്നീട് ഫെഡറിക്കിൻ്റെ മരണമടഞ്ഞ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നെയ്റോട്ടച്ചൻ അമേലിയുടെ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ച് വിവാഹം നടത്തുകയും ചെയ്തു. ബുദ്ധിമാനും തീക്ഷ്ണശാലിയും കഠിന പരിശ്രമിയും അധ്യാപകനും നിയമജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ അതേസമയം പാവങ്ങളോട് അതിരറ്റ കരുണയും കരുതലുമുള്ള ഫെഡറിക്കിന് ഏറ്റവും അനുയോജ്യയായിരുന്നു അമേലി. വിവാഹ നാളുകളിൽ പോലും രോഗപീഠകൾ അനുഭവിച്ചിരുന്ന ഫെഡറിക്കിനെ അമേലിയുടെ ശുശ്രൂഷകളാണ് ആശ്വസിപ്പിച്ചിരുന്നത്. കത്തോലിക്ക വിശ്വാസം യൂണിവേഴ്സിറ്റികളിലെ യുവജനങ്ങൾക്കിടയിൽ തകരാതിരിക്കാൻ ലിയോൺസ് യൂണിവേഴ്സിറ്റിയിലെ ഉയർന്ന പദവികളും ശമ്പളവും വേണ്ടെന്ന് വെച്ച് പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ എപ്പോൾ പോലും നഷ്ടപ്പെടാവുന്ന ഒരു പകരക്കാരൻ പ്രൊഫസറുടെ ജോലി ഫെഡറിക് ഏറ്റെടുത്തു. എമിലി സന്തോഷപൂർവ്വം വിൻസെൻ്റ് ഡി പോൾ പ്രവർത്തനങ്ങളിൽ ഫെഡറിക്കിനോടൊപ്പം പങ്കുചേർന്നു. ബാല്യം മുതലേ രോഗിയായിരുന്ന ഫെഡറിക്കിനെ രോഗപീഠകളിലും ജോലി തിരക്കുകളിലും അമേലിയ ഒരു മാലാഖയെ പോലെ ശുശ്രൂഷിച്ചു. പലപ്പോഴും രോഗപീഠകളാൽ മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന ഫെഡറിക് ഓരോ മാസവും 23-ാം തീയതി തൻ്റെ വിവാഹദിന ഓർമ്മയ്ക്കായി അമേലിക്ക് കൊച്ചു സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ഫെഡറിക്കിനെ ഗ്രന്ഥരചനകളിൽ സഹായിച്ചിരുന്ന അമേലി ലിറ്റിൽ ഫ്ലവേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഫ്രഞ്ചിലേക്ക് മൊഴിമാറ്റം നടത്തി. അധികം വൈകാതെ ഒരു കുഞ്ഞു പിറന്നു. ഫെഡറിക്കിൻ്റെ അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും പേരായ മേരി എന്ന് ആ കുഞ്ഞിന് പേരിട്ടു. ഫെഡറിക്കിനെ ബാല്യം മുതലേ പരിചരിച്ചിരുന്ന ഗിഗിയും അവരോടൊപ്പം ചേർന്നു. ഫെഡറിക്കും കുടുംബം റോമിലെത്തിയപ്പോൾ പരിശുദ്ധ പിതാവ് അവരെ കാത്തിരുന്നു. ഫെഡറിക്കുമായി കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. താൻ മരിക്കുന്നതിന് മുൻപ് 18 രാജ്യങ്ങളിൽ വിൻസെൻ്റ് ഡി പോൾ സംഘടന സ്ഥാപിക്കാൻ ഫെഡറിക്കിന് കഴിഞ്ഞത് അമേലിയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഒന്നുകൊണ്ടുകൂടിയാണ്. ഫെഡറിക്കിൻ്റെ ത്യാഗോജ്വല ജീവിതം അമേലിയുടേത് കൂടിയാണ്. 12 വർഷക്കാലം മാത്രമേ സന്തോഷപൂർണ്ണമായ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നുള്ളൂ. ഫെഡറിക്കിൻ്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു. തൻ്റെ അവസാന മാസത്തെ വിവാഹദിനത്തിന് ഫെഡറിക് തിരഞ്ഞെടുത്ത സമ്മാനം പാരീസിൽ നിറയെ പൂത്തുനിൽക്കുന്ന മർട്ടിൻ പുഷ്പങ്ങളാണ്. സൊസൈറ്റിയിലെ പ്രവർത്തകരോട് പൂത്തുനിൽക്കുന്ന ഒരു പൂമരച്ചില്ല അദ്ദേഹം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എമിലിക്ക് അദ്ദേഹം നൽകിക്കൊണ്ട് പറഞ്ഞു, പൂത്തുനിൽക്കുന്ന മർട്ടിൻ പൂമരങ്ങൾ കാണുമ്പോഴെല്ലാം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നീ ഓർക്കണം. സ്വർഗീയ പൂങ്കാവനത്തിൽ ഞാൻ നിന്നെ കാത്തിരിക്കും. നമ്മുടെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ വിൻസെൻ്റ് ഡി പോൾ പ്രവർത്തകരോടും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാൾ ദിനത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഫെഡറിക് ലോകത്തോട് വിട പറഞ്ഞു. ഫെഡറിക്കിൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകിക്കൊണ്ട് വിൻസെൻ്റ് ഡി പോൾ പ്രവർത്തനങ്ങളിൽ മുഴുകി പിൽക്കാലം എമിലി ജീവിച്ചു.